കുന്നംകുളം നഗരസഭാ സെക്രട്ടറി കെ മനോജിന്റെ ബാങ്ക് അക്കൌണ്ടിൽ നിന്ന് വിജിലൻസ് 21.5 ലക്ഷം രൂപ കണ്ടെത്തിയ സംഭവത്തെ ചൊല്ലി അടിയന്തര കൌൺസിൽ യോഗത്തിൽ നിന്ന് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. ആരോപണത്തിൽ നിജസ്ഥിതി തെളിയുകയും കുറ്റവിമുക്തനാക്കുകയും ചെയ്യുന്നതുവരെ സെക്രട്ടറിയെ കൌൺസിൽ യോഗങ്ങളിൽ പങ്കെടുപ്പിക്കരുതെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം കോൺഗ്രസ് അംഗങ്ങളും ബിജെപി അംഗങ്ങളും രംഗത്തെത്തിയതോടെ യോഗം ബഹളത്തിൽ കലാശിച്ചു. പ്രതിഷേധം ശക്തമായതോടെ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ കൌൺസിൽ യോഗം പിരിച്ചുവിട്ടു. കഴിഞ്ഞ ദിവസം നഗരസഭയിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് സെക്രട്ടറിയുടെ അക്കൌണ്ടിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയുടെ ക്രയവിക്രയം നടന്നതായി കണ്ടെത്തിയത്. ഇതു സംബന്ധിച്ച് വിജിലൻസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു. ഇതിനു പിന്നാലെ ചൊവ്വാഴ്ച ചേർന്ന അടിയന്തര കൌൺസിൽ യോഗത്തിലാണ് പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധവുമായി ചെയർപേഴ്സന്റെ ഡയസിന് മുന്നിലെത്തിയത്. യോഗ നടപടികൾ തുടരാൻ അനുവദിക്കാതെ അജണ്ട പിടിച്ചുവാങ്ങി പ്രതിഷേധിച്ചതോടെയാണ് കൌൺസിൽ നടപടികൾ തടസ്സപ്പെട്ടത്. സെക്രട്ടറിയുടെ അക്കൌണ്ടിൽ കണ്ടെത്തിയ തുക അഴിമതി പണമല്ല എന്ന് തെളിയുന്നതുവരെ അദ്ദേഹത്തെ കൌൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കാൻ അനുവദിക്കരുതെന്ന് കോൺഗ്രസ് അംഗം ഷാജി ആലിക്കൽ ആവശ്യപ്പെട്ടു. മാധ്യമ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ ഇതിന്റെ നിജസ്ഥിതി വ്യക്തമാക്കേണ്ട ബാധ്യത സെക്രട്ടറിക്കുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം അഴിമതിക്ക് കൂട്ടുനിന്നത് നഗരസഭാ ചെയർപേഴ്സണും ഭരണസമിതിയുമാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്തുവന്നിട്ടുണ്ടെന്ന് ബിജെപി അംഗം ശ്രീജിത്ത് അവൻ ആരോപിച്ചു. സംഭവത്തിന്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തണമെന്നും ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ കൌൺസിൽ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.